ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഇപ്പോൾ ഈ നിൽക്കുന്നത്, ഈ നടന്നു വന്ന് കയറി വന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞ് ഗേറ്റാണ്, ചെറിയ ഗേറ്റാണ്. അപ്പോൾ ഈ ഗേറ്റിലൂടെ നടന്നു വന്നപ്പോൾ കണ്ടില്ലേ, എൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന ഒരു ആശാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കേഡ്സ് ക്ലബ്ബാണ്. ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ഒരു നഴ്സറിയിൽ നിന്ന് ഒരു ചെറിയ ഏകദേശം കണ്ടില്ലേ, ഇത്ര വരുന്ന ചെറിയൊരു തൈ കൊണ്ടുവന്ന് വെച്ചതാണ്. കൃത്യം ഒരു വർഷമാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പടർന്ന് പന്തലിച്ച് നമ്മുടെ വീടിൻ്റെ ഒരു ഭംഗിയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് ഈ സാധനം മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പറയാനുള്ളത് നമ്മുടെ കാഡ്സ് ക്ലബിൻ്റെ വിശേഷങ്ങളാണ്. ഈ കാഡ്സ് ക്ലബ് ഞാൻ കൊണ്ടുവന്ന് നടുന്ന ഇത് ശരിക്കും ഇതിപ്പോൾ മുകളിലാണ്, രണ്ടാമത്തെ നിലയുടെ പോർഷനിലേക്കാണ് വരുന്നത്. ശരിക്കും ഇത് നട്ടിരിക്കുന്നത് താഴെയാണ് കേട്ടോ. താഴെ നമ്മൾ തുണിയൊക്കെ നനയ്ക്കുന്ന കല്ലിൻ്റെ ഒരു പോർഷനിലാണ് നട്ടത്. അവിടെ നട്ടിട്ട് ആ ഒരു വള്ളിയെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുവന്ന് ഈ ഗേറ്റിൽ ഇങ്ങനെ കയറ്റി വളർത്തി വിട്ടിങ്ങനെ വലുതായി നിൽക്കുന്നതാണ്. ഇതിങ്ങനെ വളർത്തി വലുതാകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞു, ഈ കാഡ്സ് ക്ലബ് എന്ന് പറയുന്ന ചെടി നമ്മളിപ്പോൾ വീട്ടിലൊന്നും വളർത്താൻ പാടില്ല, ഇത് മറ്റ് മരങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷനും കൂടിയിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് തരാനുള്ളത്. ശരിക്കും ഈ കാഡ്സ് ക്ലബ് എന്ന് പറയുന്നത് ഒരു വള്ളിച്ചെടിയാണ്. ഇതിന് കാഡ്സ് ക്ലബ് എന്ന ഈ പേര് കിട്ടാൻ തന്നെ കാരണം, ഇത് ഏത് സംഭവത്തിൽ, അതിനിപ്പോൾ ഒരു മരമാകട്ടെ, വീടാകട്ടെ, ഇതുപോലുള്ള ഇരുമ്പ് തൂണുകളാകട്ടെ, ഏതിലായിരുന്നാലും അതിൻ്റെ ഈ പൂച്ചയുടെ നഖങ്ങൾ പോലുള്ള ചില കാലുകളുണ്ട് ഇതിന്. അപ്പോൾ ഈ കാലുകൾ വെച്ചിട്ട് ഇതിങ്ങനെ ഇറുകെ പിടിച്ച് കയറി പോകുന്ന ഒരു സസ്യമായതുകൊണ്ടാണ്, ഒരു വള്ളിച്ചെടി ആയതുകൊണ്ടാണ് ഇതിന് ഈ കാഡ്സ് ക്ലബ് എന്ന പേര് കിട്ടിയത് തന്നെ. അപ്പോൾ ഈ കാഡ്സ് ക്ലബ് എന്ന ഈ പേരിനൊരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിൽ ഈ ഒരു ചെടിക്കാണ്, ഈ ഒരു വിഭാഗത്തിനാണ് വേറെ പേരുകളില്ലാത്തത്. കാരണം ഏത് പേര് ഇതിന് ആളുകൾ ഏത് രാജ്യത്ത് പറയുന്നെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ് കാഡ്സ് ക്ലബ് എന്നാണ്. എല്ലാവരും പറയുന്നത് ഇതിനെ കാഡ്സ് ക്ലബ് എന്ന് തന്നെയാണ്. ഏത് ലോകത്ത് ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും ഇതാണ് പേര്. ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ്. പിന്നെ സൗത്ത് അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിൽ നിന്ന് ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിൽ, പിന്നെ ഇപ്പോൾ ഏഷ്യയിലും ഇന്ത്യയിലും നമ്മുടെ ഈ കേരളത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഈ കാഡ്സ് ക്ലബ് ഉണ്ട്. എല്ലാ ഭാഗത്തും ഈ കാഡ്സ് ക്ലബ് എത്തിയതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അത്യാകർഷണമായ ഇതിൻ്റെ ഭംഗിയാണ് എല്ലായിടത്തും ഇതിനെ വളരെയധികം പ്രചാരം നേടിക്കൊടുത്തത്. പിന്നെ നമുക്ക് ഒരു കെയറിങ്ങും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റുന്നതാണ്. കാരണം ഈ കാഡ്സ് ക്ലബിനെ ഞാൻ നട്ടതിന് ശേഷം ഇതുവരെ ഞാൻ ഇതിന് വെള്ളം ഒഴിച്ചിട്ടില്ല. സത്യസന്ധമായാണ് പറയുന്നത്, ഇതുവരെ ഞാൻ ഇതിന് വെള്ളം ഒഴിച്ചിട്ടില്ല, പ്രത്യേകിച്ച് വളമോ ഒന്നും കൊടുത്തിട്ടില്ല. അത് സ്വയം ഇങ്ങനെ വളർന്ന് കയറി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ശാഖ ഞാൻ താഴെ നിന്ന് ഒരു സൈഡിലേക്കും, ഒരു ശാഖ താഴെ നിന്ന് ഈ സൈഡിലേക്കും, അങ്ങനെ രണ്ട് സൈഡിലേക്കും കയറ്റിയിട്ട് രണ്ട് സൈഡിൽ നിന്നും വളർന്നു വന്ന് അത് തന്നെ സ്വയം ഇങ്ങനെ കൂടി ഒരു കമാനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് യാതൊരു കെയറും ഇല്ലാതെ വളർത്തി നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു സസ്യമായതുകൊണ്ടായിരിക്കും, വള്ളിച്ചെടി ആയതുകൊണ്ടായിരിക്കും ഇതിന് ഇത്രയും പ്രചാരം. പിന്നെ ഇതിൻ്റെ പൂക്കൾ, ഇവിടെയൊക്കെ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾ ഇതിനെ വീടിന് മുകളിലേക്ക് പടർത്തി വിടും. വീടിന് മുകളിലേക്ക് പടർത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് ആ ഒരു വീടിൻ്റെ മേൽക്കൂര മുഴുവൻ വ്യാപിച്ച് ചില സമയങ്ങളിൽ ഇത് പൂവിടും. ഈ ഒരു ഇല പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നിറയെ പൂവിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ ചിലപ്പോൾ നമ്മൾ തന്നെ യൂട്യൂബിലൊക്കെ കണ്ടു കാണും. മാത്രമല്ല, നമ്മളിവിടെ കാണുന്ന ഈ കാഡ്സ് ക്ലബിന് വെറും മഞ്ഞ കളറിലുള്ള പൂക്കൾ മാത്രമാണുള്ളത്. ശരിക്കും ഇതിന് മഞ്ഞ കളറിലുള്ള പൂക്കൾ മാത്രമല്ല, വയലറ്റ് നിറത്തിലുള്ള പൂക്കളുണ്ട്, വെള്ള നിറത്തിലുള്ള പൂക്കളുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു വള്ളിച്ചെടിയാണ്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ പറയുന്നത് പോലെ ഇത് ചില സ്ഥലങ്ങളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, ഇത് നമ്മൾ വളർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നത്, ഇത് ശരിക്കും ഇതിൻ്റെ ഈ അഗ്രസീവായ വളർച്ചയാണ് അവരതിനൊരു റീസണായിട്ട് പറയുന്നത്. കാരണം ഈ വളർച്ച എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് വളരും. ഞാൻ ഈ പറയുന്നത് പോലെ ഇതിന് ഈ നഖങ്ങൾ കൊണ്ട് ഇത് പിടിച്ച് പെട്ടെന്ന് വളർന്ന് പടർന്ന് പന്തലിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മരത്തിൽ, ഒരു മാവിലോ പ്ലാവിലോ ഒക്കെ പടർന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ പടർന്ന് നിറഞ്ഞ് ഈ പറയുന്ന വൃക്ഷത്തിന് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ അതിനെ കവർ ചെയ്യുന്നത് കൊണ്ട് ആ വൃക്ഷം നശിച്ചു പോകുന്നതാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇതൊരിക്കലും ഒരു വൃക്ഷത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയിൽ നിന്നോ അള്ളിപ്പിടിച്ചിട്ട് അതിൻ്റെ ഊർജ്ജം വലിച്ചൂറ്റി ജീവിക്കുന്ന സസ്യമല്ല. അങ്ങനെയുള്ള ഈ മൂടില്ലത്താളി എന്നൊക്കെ പറയുന്ന ചില വള്ളിച്ചെടികളുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഈ സസ്യത്തെ ഊറ്റി ജീവിക്കുന്നതാണ്. നമ്മൾ ഇത്തിള എന്നൊക്കെ പറയുന്നത് പോലെ വേറെ മരത്തിൽ പിടിച്ചാൽ ആ മരത്തിനെ ഊറ്റി ജീവിക്കുന്നതാണ് ഇത്തിള്, മൂടില്ലത്താളി. പക്ഷെ അതുപോലെയല്ല, കാഡ്സ് ക്ലബ് എന്ന് പറയുന്നത് അത് മണ്ണിൽ നിന്ന് തന്നെ സ്വയം അതിന് ജീവിക്കാനുള്ള ഘടകങ്ങൾ കണ്ടെത്തുന്നതാണ്. പക്ഷേ ഇത് കയറിപ്പോകുന്ന ചെടികൾ നശിക്കുന്നതിൻ്റെ കാരണം ഇത് ആ ചെടിയെ പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന സമയത്ത് അതിന് സൂര്യപ്രകാശം കിട്ടാതെ ആ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ചെടിയിൽ പടർത്താതിരുന്നാൽ മതി.
വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ ചെടിയിലല്ലോ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ മേൽക്കൂരകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇതുപോലുള്ള കമാനങ്ങളിലോ ഒക്കെ ഇത് പടർത്തിയാലും നല്ല ഭംഗിയായിരിക്കും. ഭംഗിയെന്ന് മാത്രമല്ല, നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇന്ത്യയിലൊന്നും ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ശരിക്കും ഈ കാറ്റ്സ് ക്ലൗ പനിക്ക് ഉപയോഗിക്കുന്നുണ്ട്, ക്യാൻസറിന്, അതുപോലെ തന്നെ ആർത്രൈറ്റിസിന്, അങ്ങനെ ഈ വാദസംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ കാറ്റ്സ്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറ്റ്സ് ക്ലൗവിൻ്റെ ജെല്ലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, പല പല ആവശ്യങ്ങൾക്കായി നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാറ്റ്സ് ക്ലൗവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള രീതിയിൽ നട്ടു വളർത്താം. പിന്നെ ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഈ സൈഡിലേക്ക് കുറച്ചിങ്ങനെ ഇറങ്ങി പടർന്നു പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പടർന്നു പോയി വേറെ ചെടിയിലോട്ടൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് വിട്ട് നല്ല ഭംഗിക്ക് വളർത്തിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ബോർഡ് വയ്ക്കണം, ഒരു ചെറിയൊരു പ്രത്യേക തടിയിലൊരു ഷേപ്പിലൊരു ബോർഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പേരൊക്കെ വെക്കാനായിട്ട്. അതൊക്കെ വെക്കുമ്പോൾ വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ കാണുന്ന ഈ മതിലൊക്കെ എനിക്കിത് പടർത്തി വിടണം. അപ്പോൾ ഈ മതിലിലോട്ടൊക്കെ ഇതിൻ്റെ ഒരു ശാഖകൾ പടർത്തി വിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഗേറ്റിൽ നിറച്ച് കണ്ടില്ല, ഈ തുറന്നു വയ്ക്കുന്ന ഈ ഗേറ്റിൽ, അങ്ങനെ ഈ ഒരു ഗേറ്റും ഈ ഒരു പ്രദേശം, ഈ ഒരു പോർഷനും നിറയെ കാറ്റ്സ് ക്ലൗ ആക്കാനായിട്ടുള്ള പ്ലാനാണ്. പിന്നെ ഇതുവഴി ഇങ്ങനെ ഒരു പൈപ്പ് പോകുന്നുണ്ട്. ഈ പൈപ്പ് നേരെ അങ്ങ് ടെറസിലാണ് പോകുന്നത്. ടെറസിൽ നിന്ന് ഈ മഴവെള്ളം, ടെറസിൽ വീഴുന്ന വെള്ളം താഴേക്ക് വരാനായിട്ടൊരു പ്ലാസ്റ്റിക് പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിലും കൂടി പടർത്തി അങ്ങ് ടെറസിലും കൂടി ഇതൊരു കമാനമായിട്ട് എടുക്കണമെന്നുള്ളൊക്കെ ഐഡിയയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നടക്കുമെന്ന പ്രതീക്ഷയാണ്. പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരിക്കലും ഇത് നിറയെ പൂവിട്ടിട്ടുള്ള, ഇതിപ്പോൾ കണ്ടില്ലേ കുറച്ച് പൂക്കളൊക്കെ ഉള്ളൂ അവിടെ ഇവിടെ ആയിട്ടൊക്കെ, പക്ഷെ ഇത് നിറയെ മഞ്ഞ കളറിൽ പൂവിട്ടിട്ടുള്ള ഒരു വീഡിയോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും